നോക്കണ്ടല്ലോ. ഈ സ്നേഹവും ബാഗിൽ വെച്ചിട്ടുള്ള നമ്മൾ എത്ര നേരം വർത്താനം പറഞ്ഞിട്ട് നീ എന്തിനാ വിഷമിക്കണാരി? നീ നിന്റെ വിഷമങ്ങളൊക്കെ ഭാര്യയോട് തുറന്നു പറഞ്ഞേ, മനസ്സിലെ ഭാരങ്ങളൊക്കെ കുറയട്ടെ. ഹലോ അപ്പീട്ടാ അപ്പീട്ടാ സമയായിട്ടില്ല. ആണോ? അയ്യോടാ പാവം. ചെറുപഴ കഴിച്ചാൽ മതിയല്ലേ? അല്ല എന്റെ പേരപ്പം എനിക്കെങ്ങനെ അറിയാം? ചേട്ടന്റെ ക്ലാസ്സിൽ ഒരു ആശ ഉണ്ടായിരുന്നില്ലേ? ആശ സുബ്രഹ്മണ്യം. ആ ചേച്ചി എന്റെ കസിനാ. ആശനെ എന്നെക്കാളും നന്നായിട്ട് ഇവനറിയാം. വീട്ടിലാരാ ദോശ ചുടാറ്? ഞാനാ ചുടാറ്. ആണോ? ഇനി കല്ല് വിടാൻ പറ, ഞാൻ ഒന്ന് ചുട്ട് തരാം. ചെറിയമ്മയുടെ പല്ലുവേദന മാറിയൂടെ? എന്റെ പൊന്നെ ഇതൊക്കെ ഭ്രാന്താണോടി? ആശ ഇപ്പൊ ഓസ്ട്രേലിയയിലല്ലേ? എല്ലാം അറിയാലേ, ഫുൾ അപ്ഡേറ്റ് ആണല്ലോ. ആശയുടെ കാര്യത്തിൽ പണ്ടോലെ ഭയങ്കര അപ്ഡേറ്റ് ആണ് അല്ലടാ. ഒരു ചെറിയ ബന്ധം മതി, കൂടുതലൊന്നുമല്ല. സോ നമുക്കിടയിൽ അതൊന്നും തടസ്സാവരുത്. എന്ത് മാർഗങ്ങളും നമ്മൾ ഉപയോഗിക്കണം. ഇതാണ് റൂം. മറ്റേ റൂമായിരുന്നു അല്ലേ? ഈ റൂം അടിപൊളിയല്ലേ? വലിയ കട്ടിലായിരുന്നു. വലിയ കട്ടിലെന്തിനാണ്? കിടക്കാൻ സുഖമല്ലേ? എന്ത് കിടക്കാൻ സുഖം? കിടക്കാൻ ഇത് ഓപ്പണാണല്ലോ. എന്താണ് ഇയാളെന്താണത്? എന്താ കാണിക്കണത്? അടിച്ചല്ലേ? ഇതെന്തിനാണ് കാണിക്കണത്? കാണൂലേ? എന്ത് കാണൂലേന്ന്? കിടക്കണത് ഇയാളെന്ത് മനുഷ്യനാണ്? കൊള്ളല്ല. എന്ത് കൊള്ളാന്ന്? ഷോർട്സ് കിടക്കല്ലേ? കുളിക്കല്ലേ? എന്തിനാണ് കുളിക്കുന്നത്? ഫ്രഷ് ആണല്ലേ? ഞാൻ ഫ്രഷ് ആണല്ലോ, ഞാൻ കുളിക്കല്ലോ. അപ്പുറത്താണ് ഇപ്പുറത്താണ്? കിടക്കാം. സെന്ററിൽ ഇത് രണ്ടുപേരല്ലുള്ളൂ. ഒരാളുടെ ഇപ്പുറത്തായിട്ട് സെന്ററിൽ. വേഗം വേണ്ട, ഞാൻ കാത്തിരിക്കും. എന്തിനു കാത്തിരിക്കും? കിടക്കാൻ. ഒറ്റ കിടക്കാൻ പറ്റില്ല. എന്തെങ്കിലും ചോദിക്കണ്ടെങ്കിൽ ചോദിക്കട്ടാ. ബാത്റൂം എവിടെയാണ്? ഒന്ന് കാണിച്ചെടുക്കടാ. ഏത് സിനിമ കണ്ടേ? പ്രേമിക്കുമ്പോൾ നീയും ഞാനും. ഷൈന, എനിക്കൊരു മതാടി. എന്താണ് പൊക്കോടുന്നത്? ഇവിടെ ഒന്നും കിടന്നിട്ടില്ല. എന്റെ ഷൈന മോളെ കെട്ടിപ്പിടിച്ച് നെറ്റിയിലൊരു മാർക്ക്. അവള് കട്ടാക്കി. ഹലോ, എന്താ കട്ടാക്കിയ? ഒരു മതായോ? ഇനി വിളിച്ച് അനാവശ്യം പറഞ്ഞ കൊന്നോളെ ഞാൻ. ആകെ നിരാശയിലാണ് ആശ. പറ, ആകെയുള്ള പ്രത്യാശ ആശയാണ്. അവസാനം കൂതാശയാവരുത്.